പശ്ചിമേഷ്യയെ വിറപ്പിച്ച യുദ്ധകാലഘട്ടത്തിന് വിരാമം ഇട്ടുകൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിൽ സുപ്രധാന സമാധാന കരാറിൽ ധാരണയിലെത്തി. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫാണ് ഈ നിർണായക വിവരം ലോകത്തെ അറിയിച്ചത്. ഈ മാസം 19-ാം തീയതി സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ചാണ് ഔദ്യോഗികമായ സമാധാന കരാർ ഒപ്പുവെക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചരിത്രപരമായ സമാധാന കരാറിനെ കുറിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫാണ് സമൂഹ മാധ്യമമായ എക്സ് വഴി ലോകത്തെ അറിയിച്ചത്. യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയും ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനും തമ്മിലുള്ള സമാധാന കരാർ യാഥാർത്ഥ്യമായെന്നും ലെബനൻ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലെയും സൈനിക നടപടികൾ ഉടനടിയും ശാശ്വതമായും അവസാനിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ നിർണായകമായ സമാധാന ഉടമ്പടിയെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തന്റെ ഔദ്യോഗിക ട്രൂത്ത് സോഷ്യൽ അക്കൗണ്ടിലൂടെ സ്ഥിരീകരിച്ചു. ഇറാനുമായുള്ള കരാർ പൂർത്തിയായെന്നും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുവെന്നും കുറിച്ചുകൊണ്ട് ഈ കരാർ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള സംഘർഷങ്ങൾക്ക് അറുതി വരുത്തുമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവച്ചത്. ഈ സമാധാന കരാറിന്റെ സുപ്രധാന വ്യവസ്ഥകൾ പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷങ്ങൾക്ക് വലിയൊരളവോളം അറുതി വരുത്തുന്നവയാണ്. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ലെബനൻ ഉൾപ്പെടെയുള്ള എല്ലാ യുദ്ധമുഖങ്ങളിലും സൈനിക നടപടികൾ ഉടനടിയും ശാശ്വതമായും അവസാനിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു എന്നതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ നടപടി. ഇതിനൊപ്പം തന്നെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതയായ ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം നീക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് നിർദ്ദേശം നൽകി. ഇതിന്റെ ഭാഗമായി US നാവികസേനയുടെ ഉപരോധം ഉടനടി പിൻവലിക്കുകയും കപ്പലുകൾക്ക് ടോൾ ഇല്ലാതെ കടന്നുപോകാൻ അനുമതി നൽകുകയും ചെയ്യുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. സാമ്പത്തിക തലത്തിൽ ഇറാന്റെ മരവിപ്പിച്ച ആസ്തികളിൽ നിന്ന് ഏകദേശം $24 ബില്യൺ വിട്ടുകൊടുക്കാൻ ധാരണയായതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിൽ പകുതി തുക ചർച്ചകൾക്ക് മുൻപായി ലഭ്യമാക്കുമെന്നും സൂചനയുണ്ട്. കരാർ ഒപ്പുവെച്ചതിനു ശേഷം 60 ദിവസത്തെ ഒരു പ്രത്യേക ചർച്ചാ കാലയളവ് കൂടി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ ആണവായുധ വികസന നിരോധനം, നിലവിലുള്ള ഉപരോധങ്ങൾ പിൻവലിക്കൽ തുടങ്ങിയ സുപ്രധാന കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുമെന്നും കരാറിൽ വ്യവസ്ഥ ചെയ്യുന്നു. ഈ കരാർ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയൊരു ആശ്വാസമാണ് പകർന്നു നൽകുന്നത്. പ്രത്യേകിച്ച് യുദ്ധഭീതിയുടെ പശ്ചാത്തലത്തിൽ കുതിച്ചുയർന്ന ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ കുറവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സാമ്പത്തിക വിദഗ്ധർ. ഈ സുപ്രധാന സമാധാന നീക്കത്തെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ഊഷ്മളമായി സ്വാഗതം ചെയ്യുകയുണ്ടായി. പശ്ചിമേഷ്യയിലെ ദീർഘകാലമായുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിലേക്കുള്ള നിർണായകമായ ചുവടുവെപ്പാണ് ഈ കരാർ എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. യൂറോപ്യൻ ശക്തികളായ ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളും കരാറിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഈ കരാർ നിലവിൽ വരുന്നതോടെ ഇറാന്റെ ആണവ പദ്ധതികളെ ചൊല്ലി അന്താരാഷ്ട്ര തലത്തിൽ നിലനിൽക്കുന്ന ആശങ്കകൾ പരിഹരിക്കാൻ സാധിക്കുമെന്നും മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും കൈവരിക്കാൻ ഇത് സഹായിക്കുമെന്നും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇറാനിലെ നിലവിലെ ആഭ്യന്തര സാഹചര്യം പരിശോധിച്ചാൽ സർക്കാർ തലത്തിൽ ഈ സമാധാന കരാറിനെ കുറിച്ച് ഔദ്യോഗികമായി ഇതുവരെ പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. എങ്കിലും ഇറാനിയൻ സൈനിക വൃത്തങ്ങൾ തങ്ങളുടെ നിലപാട് വളരെ ശക്തമായി തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. ദൈവികമായ ഇച്ഛാശക്തി ഉപയോഗിച്ച് അമേരിക്കയെയും ഇസ്രായേലിനെയും മുട്ടുകുത്തിക്കാൻ തങ്ങൾക്ക് സാധിച്ചു എന്ന രീതിയിലാണ് ഇറാന്റെ സ്റ്റേറ്റ് TV വിഷയത്തെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു തരത്തിൽ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക നിർബന്ധിതരായെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലുള്ളതെന്ന് അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. അതേസമയം കരാർ സംബന്ധിച്ചുള്ള അനിശ്ചിതത്വവും ജനങ്ങൾക്കിടയിലും സർക്കാർ തലത്തിലും നിലനിൽക്കാവുന്ന വ്യത്യസ്ത അഭിപ്രായങ്ങളും കണക്കിലെടുക്കുമ്പോൾ കരാറിലെ വ്യവസ്ഥകൾ സംബന്ധിച്ച ഔദ്യോഗിക രേഖകൾ പൂർണ്ണമായും പുറത്തു വന്നതിന് ശേഷം മാത്രമേ ഇറാന്റെ നിലപാട് സംബന്ധിച്ച അന്തിമമായ വ്യക്തത കൈവരുകയുള്ളൂ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ സമാധാന കരാർ അതീവ നിർണായകവും സ്വാഗതാർഹവുമായ ഒരു നീക്കമാണ്. ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഇന്ധന ഇറക്കുമതിയുടെ വലിയൊരു ഭാഗം ഹോർമുസ് കടലിടുക്ക് വഴിയാണ് നടക്കുന്നത് എന്നതിനാൽ ഈ മേഖലയിലെ സംഘർഷങ്ങൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിച്ചിരിക്കുന്നു. യുദ്ധ സാഹചര്യം നിലനിന്നപ്പോൾ ഉയർന്ന ഇന്ധനവിലയും വിതരണത്തിലെ തടസ്സങ്ങളും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. എന്നാൽ ഇപ്പോൾ കരാറിലൂടെ ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം നീങ്ങുകയും സുഗമമായ ഗതാഗതം പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നതോടെ ആഗോള വിപണിയിൽ ഇന്ധനവില കുറയുമെന്നും അതുവഴി ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയിൽ വലിയൊരു ഉണർവ് ഉണ്ടാകുമെന്നുമാണ് സാമ്പത്തിക വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത്. ഇന്ധന ചെലവ് കുറയുന്നത് ഇന്ത്യയുടെ പണപ്പെരുപ്പം നിയന്ത്രിക്കാനും വ്യവസായ മേഖലയ്ക്ക് ഉത്തേജനം നൽകാനും സഹായിക്കുമെന്നതിനാൽ ഈ സമാധാന കരാർ ഇന്ത്യയുടെ സുസ്ഥിരമായ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ കരുത്തേകും. ജൂൺ 19-ന് സ്വിറ്റ്സർലൻഡിൽ വെച്ച് നടക്കുന്ന ഔദ്യോഗിക ചടങ്ങോടെ മാസങ്ങളായി പശ്ചിമേഷ്യയെ കടുത്ത സംഘർഷത്തിലേക്കും ആശങ്കയിലേക്കും തള്ളിവിട്ട യുദ്ധത്തിന് അന്ത്യം കുറിക്കുകയാണ്. ഈ സമാധാന കരാർ മേഖലയിൽ
മേഖലയിൽ ശാശ്വതമായ സമാധാനം കൊണ്ടുവരുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. തീർച്ചയായും വർഷങ്ങളായി വേരുറച്ചുപോയ രാഷ്ട്രീയവും ഭൗമരാഷ്ട്രീയവുമായ വെല്ലുവിളികൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടെങ്കിലും ശത്രുത മാറ്റിവെച്ച് സംഭാഷണങ്ങളിലൂടെ പരിഹാരം കാണാനുള്ള ഇരു രാജ്യങ്ങളുടെയും ഈ തീരുമാനത്തെ ഒരു ചരിത്രപരമായ ചുവടുവെപ്പായി തന്നെയാണ് അന്താരാഷ്ട്ര സമൂഹം വിലയിരുത്തുന്നത്. സമാധാനത്തിലേക്കുള്ള ഈ നിർണായകമായ നീക്കം പശ്ചിമേഷ്യയിൽ സാമ്പത്തികമായും രാഷ്ട്രീയമായും പുതിയൊരു കാലഘട്ടത്തിന് തുടക്കമിടുമെന്നും വരും നാളുകളിൽ ഈ മേഖല കൂടുതൽ സുസ്ഥിരതയിലേക്ക് നീങ്ങുമെന്നും ലോകം ഒന്നടങ്കം പ്രത്യാശിക്കുന്നു.